ഹലോ ഫ്രണ്ട്സ്, JCF അസോസിയേഷൻ അവതരിപ്പിക്കുന്ന ഈ എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പൊളിച്ചെഴുതാൻ പോകുന്നത് സമൂഹത്തിൽ വളരെ ആഴത്തിൽ വേരൂന്നിയ ഒരു വലിയ മിഥ്യാധാരണയെയാണ്. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ സമ്പന്നനാകാൻ കഴിയൂ എന്ന് നമ്മളൊക്കെ കേട്ടുവളർന്ന ആ പഴയ ചിന്താഗതിയില്ലേ, അത് മാറ്റാൻ സമയമായി. ദ ലേസി മില്ലനെയർ സിസ്റ്റം എന്ന ഈ കൺസെപ്റ്റ് നിങ്ങളുടെ സാമ്പത്തിക കാഴ്ചപ്പാടിനെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ് കേട്ടോ. നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കട്ടെ. കഠിനാധ്വാനമാണ് സമ്പത്തിലേക്കുള്ള വഴിയെങ്കിൽ രാവും പകലും വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന സാധാരണക്കാർ ഇപ്പോഴും എന്തിനാണ് ദാരിദ്ര്യത്തിൽ കഴിയുന്നത്? ഇതൊരു വലിയ വിരോധാഭാസമല്ലേ? ഒന്നാലോചിച്ചു നോക്കൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോര നീരാക്കുന്ന ഒരു തൊഴിലാളിക്ക് മാസാവസാനം കയ്യിൽ ഒന്നും കാണില്ല. പക്ഷേ വെറും 2-3 മീറ്റിംഗുകളിൽ മാത്രം പങ്കെടുക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ആഡംബര കാറുകളിൽ യാത്ര ചെയ്യുന്നു, അവരുടെ ആസ്തികൾ റോക്കറ്റ് പോലെ കുതിച്ചുയരുന്നു. വെറും കഠിനാധ്വാനത്തിനപ്പുറം വേറെന്തോ ഒരു രഹസ്യം ഇവിടെ ഉണ്ടെന്ന് ഉറപ്പല്ലേ? ശരി, നമുക്കിതിലേക്കൊന്ന് ഡീപ്പായിട്ട് ഇറങ്ങിച്ചെല്ലാം. ഈ രണ്ട് ജീവിതരീതികളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വളരെ കൃത്യമാണ്. ഒരു തൊഴിലാളി എന്താ ചെയ്യുന്നത്? തന്റെ അധ്വാനവും സമയവും കൊടുത്ത് അതിനു പകരമായി പണം വാങ്ങുന്നു, അത്രയുള്ളൂ. പക്ഷേ ഒരു മനുഷ്യന് ജോലി ചെയ്യാൻ കഴിയുന്ന സമയത്തിനൊരു പരിധിയുണ്ടല്ലോ. അതുകൊണ്ട് വരുമാനത്തിനും ഒരു ലിമിറ്റുണ്ട്. എന്നാൽ ഒരു ബോസ് അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അയാൾ ഒരു സ്കേലബിളായ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നു. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച ആ പഴയ വിജയമന്ത്രം തീർത്തും തെറ്റാണെന്നും അവിടെ വലിയൊരു മാറ്റം ആവശ്യമാണെന്നും ഇത് തെളിയിക്കുന്നുണ്ട്. തലമുറകളായി നമ്മളെ സ്കൂളുകളിലും വീട്ടിലുമൊക്കെ പഠിപ്പിച്ച അല്ലെങ്കിൽ വിശ്വസിപ്പിച്ച ഒരു വലിയ കള്ളമുണ്ട്. നന്നായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, അത് വെച്ചൊരു സേഫായ ജോലി നേടുക, പിന്നെ ലൈഫ് സെറ്റായി. ഇത്രയേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ സത്യം എന്താണ് സുഹൃത്തുക്കളെ? രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെയുള്ള ഒരു റോബോട്ടിക് ജീവിതത്തിലേക്കും ഒരിക്കലും തീരാത്ത EMI ബാധ്യതകളിലേക്കും വിശ്രമമില്ലാത്ത റിട്ടയർമെന്റ് ടെൻഷനിലേക്കുമാണ് ഈ ഫോർമുല നമ്മളെ തളച്ചിടുന്നത്. ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാമെന്ന് ആരും നമ്മളെ പഠിപ്പിച്ചില്ലല്ലോ. ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാരുടെ ഫോർമുല നോക്കൂ. പണം എന്നത് എപ്പോഴും നിങ്ങളുടെ അധ്വാനത്തെയും സമയത്തെയും ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊരു ദിവസം പരമാവധി 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ, അല്ലേ? സമയം ലിമിറ്റഡ് ആകുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ വരുമാനവും അവിടെ ബ്ലോക്കാവും. ഇതൊരു ഭയങ്കര ഡേഞ്ചറായ അവസ്ഥയാണ്. എന്നാൽ സമ്പന്നരുടെ ഫോർമുല ഈ സമയപരിമിതികളെ മുഴുവൻ പൊളിച്ചെടുക്കുന്നു. അവർ സിസ്റ്റത്തെയും സ്കേലബിലിറ്റിയുമാണ് ആശ്രയിക്കുന്നത്. അവർ സ്വന്തം സമയത്തെ മറികടക്കാൻ കൃത്യമായ സിസ്റ്റങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു സംശയം വരാം. എന്താണ് ഈ ലേസി മില്യനെയർ? ലേസി എന്ന് കേൾക്കുമ്പോൾ പണിയൊന്നും എടുക്കാതെ സോഫയിൽ കിടന്നുറങ്ങുന്ന ഒരു മടിയനാണെന്ന് വിചാരിക്കരുത് കേട്ടോ. മറിച്ച് തന്നെ എനർജിയും സമയവും എത്രത്തോളം സ്മാർട്ടായി വിനിയോഗിക്കണം എന്ന് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം. സ്വന്തമായി പ്രവർത്തിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പണം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു അസറ്റ് വളരെ കാര്യക്ഷമമായി ഉണ്ടാക്കിയെടുക്കുന്ന എലൈറ്റ് സിസ്റ്റം ബിൽഡറാണ് യഥാർത്ഥത്തിൽ ഈ ലേസി മില്യനെയർ. അപ്പോൾ ഇവിടെ ഏറ്റവും നിർണായകമായ പോയിന്റ് എന്താണെന്നാൽ, സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനുള്ള യഥാർത്ഥ രഹസ്യം സ്വന്തമായൊരു ബിസിനസ്സോ അല്ലെങ്കിൽ മികച്ചൊരു ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയോ അതുമല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ അസറ്റോ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. നിങ്ങൾ സുഖമായി ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾക്ക് വേണ്ടി പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം അത്. വെറുതെ പണിയെടുത്ത് വിയർപ്പൊഴുക്കുന്നതിനു പകരം എപ്പോഴും പ്രവർത്തിക്കുന്നൊരു സിസ്റ്റം ഉണ്ടാക്കുന്നതിലാണ് നമ്മൾ ഇനി മുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. 24. ഈ നമ്പർ ഒന്ന് ശ്രദ്ധിക്കൂ. ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനും അതുപോലെ ഏറ്റവും സാധാരണക്കാരനും ഒരു ദിവസം ലഭിക്കുന്നത് കൃത്യം ഇതേ 24 മണിക്കൂറാണ്. ബിസിനസ്സിലെയും ജീവിതത്തിലെയും എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് നിങ്ങളുടെ ഈ 24 മണിക്കൂറിനുള്ളിൽ ചെയ്തു തീർക്കാൻ ശ്രമിച്ചാൽ നടക്കുമോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ വരുമാനത്തിനും വിജയത്തിനും അവിടെ വലിയൊരു പരിമിതിയുണ്ടാകും. നമുക്ക് ആ പരിമിതികളെ എങ്ങനെയെങ്കിലും മറികടന്നേ മതിയാകൂ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് വലിയൊരു സിസ്റ്റമായി മാറുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ആ 24 മണിക്കൂറിനെ എങ്ങനെ 240 മണിക്കൂറാക്കി മാറ്റാമെന്ന് നോക്കൂ. ഇവിടെയാണ് ലിവറേജ് എന്ന മാജിക് വർക്ക് ചെയ്യുന്നത്. എല്ലാ ജോലികളും ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുമെന്ന് വാശി പിടിക്കാതെ നിങ്ങൾ 10 പേരുള്ള ഒരു മികച്ച ടീമിനെ ഉണ്ടാക്കി അവർക്ക് കൃത്യമായി ജോലികൾ ഡെലിഗേറ്റ് ചെയ്ത് നൽകിയാൽ ഒറ്റയടിക്ക് നിങ്ങളുടെ ആ പരിമിതമായ സമയം 240 മണിക്കൂറിന്റെ റിസൾട്ടായി മാറും. ഇതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ശരിയായ വഴി. ഹെൻറി ഫോർഡിന്റെ ജീവിതത്തിലെ വളരെ പ്രശസ്തമായ ഒരു സംഭവത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ. ബിസിനസ്സിലെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയില്ലെന്ന് പറഞ്ഞ് പലരും അദ്ദേഹത്തെ കളിയാക്കിയിരുന്നു. അന്ന് അദ്ദേഹം അവർക്ക് കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ?
തന്റെ ഓഫീസിലെ മേശപ്പുറത്തുള്ള ഓരോ ബട്ടവും ഓരോ വിദഗ്ധരുമായി കണക്ട് ചെയ്തിട്ടുണ്ടെന്നും എന്താവശ്യം വന്നാലും ആ ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതിയെന്നുമാണ്. യഥാർത്ഥ സമ്പന്നർക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, പകരം മറ്റുള്ളവരുടെ അറിവിനെ അവർ ലിവറേജ് ചെയ്യുന്നു. അത്രയുള്ളൂ. ഒരു സിസ്റ്റത്തിന്റെ സ്കേലബിലിറ്റി എങ്ങനെയാണെന്ന് കാണിക്കാൻ ഇന്നത്തെ ഡിജിറ്റൽ ലോകം തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം. ഒരു ഡിജിറ്റൽ ക്രിയേറ്റർ 1 മണിക്കൂർ കഷ്ടപ്പെട്ട് ഒരു വീഡിയോ ഉണ്ടാക്കുന്നു എന്ന് കരുതുക. ആ വീഡിയോ ഇന്റർനെറ്റ് വഴി ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകളിലേക്കാണ് ഓട്ടോമാറ്റിക്കായി എത്തുന്നത്. അത്രയും വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ പുള്ളി വീണ്ടും വീണ്ടും അധ്വാനിക്കേണ്ടി വരുന്നില്ല. ആ നിർമ്മിച്ചെടുത്ത സിസ്റ്റവും അതിന്റെ സ്കേലബിലിറ്റിയും കാരണമാണ് റിസൾട്ട് 100 ഇരട്ടിയായി വർദ്ധിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഡിജിറ്റൽ ലിവറേജ് എന്ന് വിളിക്കുന്നത്. ശരി, സ്വന്തമായൊരു സിസ്റ്റം തുടങ്ങാൻ നമ്മളെയൊക്കെ എപ്പോഴും പുറകോട്ട് വലിക്കുന്നതെന്താണ്? അയ്യോ, എന്റെ പണം നഷ്ടപ്പെട്ടാലോ, ഞാൻ തോറ്റുപോയാൽ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നാ സാധാരണ ഭയമാണല്ലേ. എന്നാൽ ഒരു കോടീശ്വരൻ ചിന്തിക്കുന്നത് നേരെ തിരിച്ചാണ്. ഞാനിതിൽ വിജയിച്ചാലോ, ആളുകൾക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആയാലോ എന്നൊരു വാട്ട് ഇഫ് ചിന്താഗതിയാണ് അവരെ പഴയ ആ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു ചാടാൻ സഹായിക്കുന്നത്. ഇലോൺ മസ്ക് സ്പേസ് എക്സ് തുടങ്ങിയ സമയത്ത് ആളുകൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടിയാണിത്. ഈ സമ്പന്നർ വലിയ റിസ്കൊക്കെ എടുക്കുന്നത് അവർക്ക് പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് പരാജയപ്പെട്ടാൽ പോലും അതിൽ നിന്നും വിലപ്പെട്ട കുറേ പാഠങ്ങളും അടുത്ത തവണത്തേക്കുള്ള ഉറപ്പായ അറിവുകളും ലഭിക്കുമെന്ന് അവർക്കറിയാം. ആ അനുഭവങ്ങളെയും അറിവിനെയും അടിസ്ഥാനമാക്കിയാണ് അവർ വീണ്ടും മുന്നോട്ടു പോകുന്നത്. അതുകൊണ്ടാണ് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ അവർക്ക് യാതൊരു ഭയവുമില്ലാത്തത്. സെക്ഷൻ 14. എനർജിയാണ് നിങ്ങളുടെ യഥാർത്ഥ കറൻസി. നിങ്ങളുടെ ശ്രദ്ധയെ നിയന്ത്രിക്കുക. നമ്മൾ ഇത്രയും നേരം സമയത്തിന്റെ കാര്യവും ലിവറേജിന്റെ കാര്യവുമൊക്കെയാണല്ലോ പറഞ്ഞത്. ഇനി അതിലും പ്രധാനപ്പെട്ട ഒന്നിലേക്ക് കടക്കാം. ഒരു കാര്യത്തിൽ നമ്മൾ എങ്ങനെ നമ്മുടെ എനർജി ഫോക്കസ് ചെയ്യുന്നു എന്നതാണ് അടുത്ത വലിയ സ്റ്റെപ്പ്. ഇനി ഈ സ്ലൈഡിലെ ശരിക്കും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാല്, സിസ്റ്റം ബിൽഡർമാർ അവരുടെ ഊർജ്ജം എങ്ങനെ വിനിയോഗിക്കുന്നുവെന്ന് നോക്കൂ. നമ്മൾ പലരും ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കണ്ടും വാട്സാപ്പിൽ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞും നമ്മുടെ എനർജി മുഴുവൻ കളയുമ്പോൾ ഇവർ തങ്ങളുടെ ഊർജ്ജത്തിന്റെ 90% ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങളിൽ മാത്രം ലേസർ പോലെ ഫോക്കസ് ചെയ്യും. വെറും 10% മാത്രമേ അവർ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കുമായി മാറ്റിവെക്കൂ. നോക്കൂ, അവരൊന്നും സൂപ്പർ ഹ്യൂമൻസ് ഒന്നുമല്ല. അവർ തങ്ങളുടെ എനർജി കൃത്യമായി ഫോക്കസ് ചെയ്യണു, അത്രമാത്രം. ഈ ഒറ്റ വാക്ക് എത്രത്തോളം ശക്തമാണെന്ന് നോക്കൂ. ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായ വാറൻ ബഫറ്റിനോടും ബിൽഗേറ്റ്സിനോടും ഒരിക്കൽ അവരുടെ വിജയത്തിന്റെ രഹസ്യം ഒറ്റവാക്കിൽ പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഉത്തരം ഇതാണ്: ഫോക്കസ്. എവിടെയാണ് നിങ്ങളുടെ വിലപ്പെട്ട എനർജി കൊടുക്കേണ്ടത് എന്ന് തിരിച്ചറിയുന്നതാണ് സത്യത്തിൽ സാമ്പത്തിക വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ താക്കോൽ. സെക്ഷൻ 17. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിനായി ഓട്ടോമേഷൻ, അതായത് നിങ്ങളുടെ സമയം തിരികെ വാങ്ങുക. സിസ്റ്റം ഉണ്ടാക്കുന്നതിന്റെ ലക്ഷ്യം വെറുതെ പണം കുന്നുകൂട്ടുക എന്നല്ല, നിങ്ങളുടെ സ്വന്തം സമയം തിരികെ വാങ്ങി നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. മെക്ഡൊണാൾഡ്സിന്റെ ഉദാഹരണം തന്നെ നോക്കൂ. ലോകത്ത് എവിടെ പോയി അവരുടെ ഒരു ബർഗർ കഴിച്ചാലും ഒരേ രുചിയാണ്. അതിന്റെ ഉടമസ്ഥൻ വന്ന് പാകം ചെയ്തിട്ടാണോ അത്? ഒരിക്കലുമല്ലല്ലോ. അവിടെ അടിസ്ഥാനപരമായി വർക്ക് ചെയ്യുന്നത് മനുഷ്യരുടെ കഴിവ് മാത്രമല്ല, വളരെ പെർഫെക്റ്റായി ഡിസൈൻ ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്ത ഒരു സിസ്റ്റമാണ്. ഉടമസ്ഥൻ അവിടെ ഇല്ലെങ്കിലും ആ ബിസിനസ് ഒരു കുഴപ്പവുമില്ലാതെ തടസ്സമില്ലാതെ മുന്നോട്ടു പോകുമെന്നുറപ്പാക്കുന്നത് ഈ സിസ്റ്റമാണ്. ഈ ടൈംലൈനില് ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിന്റെ യാത്ര കാണാം. ആദ്യമൊക്കെ അദ്ദേഹം ഗ്യാരേജിലിരുന്ന് സ്വന്തമായി പുസ്തകം പാക്ക് ചെയ്ത് അയച്ചിരുന്നു. അതൊരു തികച്ചും മാനുവൽ ജോലിയായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് അദ്ദേഹം അത് വിപുലീകരിച്ചു. ഇന്ന് ലോകം മുഴുവൻ പ്രവർത്തിക്കുന്ന 24 മണിക്കൂറും ഓടുന്ന ഒരു വലിയ ഓട്ടോമേറ്റഡ് ഡെലിവറി നെറ്റ്വർക്ക് ആമസോണിനുണ്ട്. അദ്ദേഹത്തിന്റെ ഫിസിക്കൽ സാന്നിധ്യമില്ലാതെ തന്നെ ആ സിസ്റ്റം യാതൊരു മടിയുമില്ലാതെ ലോകം മുഴുവൻ പ്രവർത്തിക്കുകയാണ്. ഓക്കെ, ദ ലേസി മില്യനെയർ ആക്ഷൻ പ്ലാൻ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഈ കിടിലൻ ആശയങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് എങ്ങനെ പ്രായോഗികമായി കൊണ്ടുവരാം എന്ന് നോക്കാം. ഈ വിവരങ്ങൾ വെറുതെ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഒരു ആക്ഷൻ പ്ലാനായി മാറ്റേണ്ടതുണ്ട്. അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇത് വളരെ മനോഹരമായി വ്യക്തമാക്കുന്നത് ഒരു എലൈറ്റ് സിസ്റ്റം ബിൽഡറാകാനുള്ള അടിസ്ഥാന നിയമങ്ങളാണ്. ജീവിതത്തിൽ തുടങ്ങുന്ന ഏത് കാര്യത്തിനും ശക്തമായൊരു ബാക്കപ്പ് പ്ലാൻ എപ്പോഴും കയ്യിൽ വയ്ക്കുക. എടുത്തുചാട്ടങ്ങളും വികാരങ്ങളും കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായി നിങ്ങൾ ഫോക്കസ് നശിപ്പിക്കുന്ന അനാവശ്യ കാര്യങ്ങളോട് വളരെ ധൈര്യമായി തന്നെ നോ എന്ന് പറയാൻ ശീലിക്കുക. ഇവയാണ് നിങ്ങളുടെ ഊർജ്ജത്തെ സംരക്ഷിക്കാനുള്ള ആ സീക്രട്ട് നിയമങ്ങൾ.
ഈ എക്സ്പ്ലെയിനറിന്റെ അവസാനമായി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ആ പഴയ കഠിനാധ്വാനത്തിന്റെ കെണിയിൽ തന്നെ തുടരുമോ, അതോ ഇന്ന് തന്നെ നിങ്ങൾക്കുള്ള സ്വന്തം സിസ്റ്റം നിർമ്മിച്ചു തുടങ്ങുമോ? നോക്കൂ, കഠിനാധ്വാനം നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകാൻ സഹായിക്കും. പക്ഷെ സ്കേലബിളായ ഒരു സിസ്റ്റം മാത്രമേ നിങ്ങളെ യഥാർത്ഥത്തിൽ സമ്പന്നനാക്കൂ. ഒരു യന്ത്രം പോലെ വെറുതെ വിയർപ്പൊഴുക്കുന്നത് നിർത്തുക. പകരം ഭാവിയിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും വരുമാനം തരുന്ന നിങ്ങളുടെ സ്വന്തം സാമ്പത്തിക എഞ്ചിൻ രൂപകൽപ്പന ചെയ്യുന്ന ഒരു ആർക്കിടെക്റ്റായി മാറുക. ഇതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. പുതിയ അറിവുകൾ നൽകുന്ന മറ്റൊരു അനാലിസിസുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.